ഹലോ, നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡയറ്റൊക്കെ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് വീക്കായപ്പോൾ ഞാൻ ജസ്റ്റ് ഡയറ്റ് പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. കാരണം നമ്മുടെ ഡയറ്റിൽ നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി, പിന്നെ കുറച്ച് വർക്കൗട്ടും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ട് തുടങ്ങും. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസം ഇവിടെ ഇപ്പോൾ മഴയൊക്കെ ചാടുന്നുണ്ട്. അപ്പോൾ നടക്കാൻ പോകാൻ പറ്റുന്ന അത്ര നല്ല ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട് വീടിനകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഈ വർക്കൗട്ട് ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ രാവിലെ പോകാൻ പറ്റുമെങ്കിൽ നടക്കാൻ പോകും, അല്ലെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ വൈകിട്ട് നടക്കാൻ പോകും. അപ്പോൾ രണ്ടും ഞാൻ എൻ്റെ ഒരു റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളാദ്യം വെയിറ്റ് കണ്ടല്ലോ അല്ലേ, ഞാൻ 65 അടുത്തുനിന്ന് 63 എത്തി. അപ്പോൾ ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ ഒരു 2 കിലോയുടെ അടുത്ത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് വന്നിരുന്ന ആ ഒരു ഡയറ്റ് പ്ലാനും വർക്കൗട്ടൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത് ഒന്ന് കുറഞ്ഞു കിട്ടിയത്. പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ചീറ്റ് ഡേ ആണ്. നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഈ ഇലയും പച്ചക്കറിയും തന്നെയാകുമ്പോൾ നമുക്ക് മടുക്കത്തില്ലേ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം നമുക്കിഷ്ടമുള്ള നാടൻ ഭക്ഷണമൊക്കെ കഴിക്കും. പക്ഷേ അളവ് വളരെ കുറവായിരിക്കും. ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കറിയുടെ അളവ് കൂട്ടിയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ മോർണിംഗ് ഡ്രിങ്ക്, നമ്മൾ ലാസ്റ്റ് ഡയറ്റ് പ്ലാനിൽ കൊടുത്തിരുന്നത് ചിയാ സീഡും ലെമൺ ജ്യൂസും കൂടെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് ഭയങ്കര എന്താ പറയുക, ഒരു മാജിക് ഡ്രിങ്കാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടർമറിക് ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ 2 ഗ്ലാസ് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടിയും കൂടെ ഇടും. എന്നിട്ട് അത് തിളപ്പിച്ച് ഒരു സിമ്മറിലിട്ട് നമ്മൾ തിളപ്പിക്കുന്നത്. നന്നായിട്ട് ബോയിൽ ചെയ്ത ശേഷം തണുത്ത് കഴിയുമ്പോൾ പയ്യെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. തണുത്തെന്ന് വെച്ചാൽ തീരെ തണുത്തല്ലാട്ടോ, ഒരു ചെറു ചൂടിൽ. എന്നിട്ട് ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ ഒരു നാരങ്ങ എടുത്ത് ഞാൻ 2 ഗ്ലാസ്സിലേക്കായിട്ട് പിഴിയാണ് ചെയ്തത്. അത്രയും മതി. അപ്പോൾ ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ കുടിക്കാൻ പാടല്ലേ. അപ്പോൾ ഈ ഒരു ടർമറിക് ടീ ആണ് എൻ്റെ ഈ ഒരാഴ്ചത്തെ എൻ്റെ ഒരു മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ. ഇതൊരു അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ. ഇതിനു മുമ്പ് ബാൽക്കണി മേക്ക് ഓവറിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ നട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതൊക്കെ കണ്ടോ, നമ്മുടെ ചെടികളെല്ലാം തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടെങ്കിലും ആ ചെടിയുടെ മണ്ണിലേക്കൊന്നും വെള്ളം വീണിട്ടില്ല കേട്ടോ, മുകളിലിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. എല്ലാത്തിലും തന്നെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നിറച്ച് മുട്ടയാണ് കേട്ടോ. ഇനി അത് കുറച്ച് ആഴ്ചകളെണ്ണം കഴിയുമ്പോൾ നിറച്ച് പൂവ് മാത്രമാവും, ഇല കാണാൻ പാടില്ലാത്ത രീതിയിൽ പൂവുണ്ടാവും. അതുപോലെ നമ്മുടെ റോസിൻ്റെ അകത്ത് കണ്ടോ, നിറച്ച് മൊട്ട് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ വിരിഞ്ഞ പൂവിൻ്റെയൊക്കെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ മങ്ങി തുടങ്ങി കേട്ടോ, വാടിപ്പോയി തുടങ്ങി. പക്ഷെ നിറച്ച് മൊട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ആ മഞ്ഞ റോസയിലൊക്കെ കണ്ടോ, നിറച്ച് കൂമ്പും അതിൽ നിറയെ മൊട്ടുകളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ കുറേ പച്ചക്കറി വിത്തുകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. തക്കാളിക്കകത്തൊരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ചില ദിവസങ്ങളിലൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റ് വീശിയപ്പോൾ എന്തോ ഒന്ന് വീണ് പോയിട്ടാന്ന് തോന്നുന്നു, ഒരു തൈ മാത്രം ഒടിഞ്ഞു പോയി. അപ്പോൾ ഒടിഞ്ഞു പോയിട്ട് ഞാൻ വെറുതെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് പോയി. അപ്പോൾ ബാക്കി 3 തൈ ഉള്ളൂ. വെള്ളരി വലിയ കുഴപ്പമില്ല. നമ്മുടെ ക്യാപ്സിക്കും അതുപോലെ തന്നെ മുളകിൻ്റെ തൈയും അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് അതുണ്ടായി വന്നാൽ മാത്രം മതി. അതുപോലെ നമ്മുടെ പിച്ചിപ്പൂ എന്ന് ഞാൻ വിളിക്കുന്നതാണ് കേട്ടോ, ഇതിൻ്റെ പേരതൊന്നുമല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ പിച്ചിയുടെ പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല മണമൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് സ്കൂളിൽ നമ്മൾ മുല്ലപ്പൂവും പട്ടത്തിപ്പൂവും ഒക്കെ ചൂടിക്കൊണ്ട് പോയതൊക്കെ ഓർമ്മ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മേളിലിരിക്കുന്ന ചെടിയുടെയൊക്കെ മണ്ണിലൊന്നും ഒട്ടും തന്നെ വെള്ളം വീണിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. താഴെയുള്ളതിലൊക്കെ ഈ മഴ പെയ്യുമ്പോൾ കാറ്റ് വീശിയിട്ട് ആ ചെറിയ ചാറ്റൽ മഴ ഉള്ളാനും ആ വെള്ളം തെറിച്ച് താഴെയുള്ള ചട്ടിയിലൊക്കെ വീണിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇല കൂടുതലുള്ള കാരണം ആ മണ്ണിലേക്ക് വെള്ളം വീണിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ബാൽക്കണിയിൽ ചെടികളൊക്കെ വന്ന ശേഷം എൻ്റെ ഒരു റൊട്ടീൻ ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മോർണിംഗ് ഡ്രിങ്കൊക്കെ കഴിഞ്ഞ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ചെടിയൊക്കെ നനച്ച് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര ഒരു റിലാക്സേഷനാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ.
ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ റോബസ്റ്റ് പഴം, അതേപോലെ തന്നെ ആപ്പിള്, ഈ 2 പഴങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് കമ്പാരിറ്റീവ്ലി ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ റോബസ്റ്റ പഴവും ആപ്പിളും കൂടെ അരിഞ്ഞ് ഒരു ബ്ലെൻഡറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ 2 കാഷ്നട്ട്, പിന്നെ ഈന്തപ്പഴം അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഒരു 3 എണ്ണം അതും, പിന്നെ സിനമൺ പൗഡറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്, നമ്മുടെ കറുവപ്പട്ടയുടെ പൊടി, അല്ലെങ്കിൽ ഒരു കഷ്ണം കറുവപ്പട്ട ഇട്ടാലും മതി. എന്നിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ബ്ലെൻഡറിലൊന്ന് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് ഒരല്പം കുറഞ്ഞു പോയതുകൊണ്ട് ഇത്തിരി തിക്കായിരുന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ മുട്ട പുഴുങ്ങിയതാണ്, അതിൻ്റെ മുകളിൽ അല്പം നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും വിതറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഈ സ്മൂത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇന്നത്തെ ലഞ്ചിന് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ അല്പം ഉപ്പിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലെടുത്ത് ദോശ ഇടുന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ ഗോതമ്പ് ദോശയുടെ ഒപ്പം ഞാൻ കഴിക്കുന്നത് നമ്മുടെ പരിപ്പ് കറിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ഈ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പരിപ്പ് കറിയും ഗോതമ്പ് ദോശയാണ് കേട്ടോ എൻ്റെ എന്താ പറയുക ലഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ പരിപ്പൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലോണം പ്രോട്ടീനൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ നമ്മൾ രാവിലെ മുട്ട പുഴുങ്ങിയതല്ലേ കഴിച്ചത്, അപ്പോൾ അതിലും അത്യാവശ്യം നല്ല പ്രോട്ടീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ചെന്ന് പറയുന്നത്. ഇനി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ 1/4 കപ്പ് കീൻവയും 1/4 കപ്പ് തൂർ ദാൽ, ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ പരിപ്പോ മസൂർ ദാലോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പാണ്, തൂർ ദാലാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. കാരണം ഈ ഒരു കീൻവയ്ക്ക് ചെറിയൊരു മക്ക് ചൊവയുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. എന്നിട്ടത് ഒരു 15 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒലിവ് ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, നമ്മുടെ നല്ല ജീരകം, വേണമെങ്കിൽ പെരിഞ്ജീരകം ഉപയോഗിക്കാം, പക്ഷേ നല്ല ജീരകത്തിനാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് ഹോൾ മസാല ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണമുള്ള ഒരു ഏലക്ക, പിന്നെ ഒരു ഗ്രാമ്പൂ, ഇത്രയും മതി. ഒരുപാടായിട്ടുണ്ടെങ്കിൽ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റും ബീൻസും സവാളയും പിന്നെ 2 പച്ചമുളകും. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു 3-4 ബീൻസും ഒരു പാതി സവാളയും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ 2 പച്ചക്കറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചേർക്കുന്ന മഞ്ഞൾപ്പൊടി അത്രയും നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ ഒരല്പം ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കുരുമുളക് പൊടികളും ചേർക്കുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചൊരറിവാണ് കേട്ടോ, എനിക്കതിൻ്റെ കൂടുതൽ സയൻറ്റിഫിക് വശങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടികളും ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പരിപ്പും കീൻവയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് കീൻവയും 1/4 കപ്പ് തൂർ ദാലുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമുക്ക് ഈ കുക്കറിലൊന്ന് വിസിൽ കേൾപ്പിക്കണം. അപ്പോൾ ഞാൻ 6 വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് 6 വിസിൽ കേൾപ്പിച്ചപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് എനിക്ക് വെന്ത് കിട്ടി. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന അളവ്. പിന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഡയറ്റ് പ്ലാനും ഈ പറഞ്ഞ പോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ബോഡി ടൈപ്പിനനുസരിച്ച് ഞാനൊന്ന് ശരിയാക്കി എടുത്തിരിക്കുന്ന റൊട്ടീനാണ്. എല്ലാവർക്കും ഇത് എന്താ പറയുക ഫലപ്രദമാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ടൈപ്പിന് ഇത് പറ്റുന്നതാണ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഫോളോ ചെയ്യാവുള്ളൂ കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് ഫോളോ ചെയ്യാനായിട്ട്.
പക്ഷേ എനിക്കിത് നല്ലൊരു എന്താ പറയുക നല്ലൊരു റിസൾട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 6 വിസിൽ കഴിഞ്ഞപ്പോൾ ഈ പാകത്തിന് വെന്ത് കിട്ടി. അപ്പോൾ ഈ ഒരു ഡിന്നറിന് ഞാൻ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു കറി പോലെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കഞ്ഞിയുടെ ഒക്കെ ഒരു പരുവം, ഒരു കീൻവ കഞ്ഞി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതുപോലെ ഒരു പരുവത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് ഞാൻ അല്പം മല്ലിയിലയും കൂടെ ചേർത്തു. ഇത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. സാധാരണ കീൻവയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കല്ല ഈ ഒരാഴ്ചത്തേക്കുള്ള എൻ്റെ ഒരു ഡിന്നർ പ്ലാൻ ഇത് തന്നെയാണ്. അടുത്ത ആഴ്ച വേറൊരു മീൽ പ്ലാൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് തന്നെയാകുമ്പോൾ നമുക്ക് മടുത്തു പോകത്തില്ലേ. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഇനി കുറച്ച് നാൾ നമ്മുടെ വെയിറ്റ് ലോസ് തന്നെയാണ് കേട്ടോ. 40 ഡേയ്സിൽ 7 ദിവസം കഴിഞ്ഞു പോയി, 2 കിലോ കുറഞ്ഞ് കിട്ടി. അപ്പോൾ എൻ്റെ ജേർണി തുടരുകയാണ്. പക്ഷേ ഇടയ്ക്ക് ചീറ്റ് ഡേ ഉണ്ടാവും, അതുകൊണ്ട് പേടിക്കേണ്ട. കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളായിട്ട് പിന്നീട് വരുന്നതാണ്. ബൈ.